അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ പ്രസവിച്ചുകൊണ്ടിരുന്നവരല്ലേ. അപ്പോൾ എന്തിനാ ഇപ്പോൾ ഹോസ്പിറ്റലുകളിലോട്ട് പോകുന്നത്? അതെ. സോ കാര്യങ്ങൾ മാറി മാറി വരികയാണ്, പ്രശ്നങ്ങൾ മാറി മാറി വരികയാണ്, ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഏൻഷ്യൻറ്റ് വിസ്ഡം നമ്മൾ മറന്നുപോയി. കുറേ കാര്യങ്ങളിൽ നമുക്ക് പഴയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഞാൻ കൂടുതൽ കണ്ടുവരുന്ന ഒരു 70s 80s തൊട്ട് തന്നെ ഒരു ബോട്ടിൽ കൾച്ചർ ഉള്ളത് കൊണ്ട് ഇടയ്ക്കുള്ള 1-2 തലമുറകൾ ഒത്തിരി ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല. സോ കാര്യം പറഞ്ഞാൽ അവരെ കാണാൻ അമ്മമ്മ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും അവരോട് പോയി എത്ര നാൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 3 മാസമേ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. സോ എൻ്റെ തന്നെ ഫാമിലിയിലുള്ള ഓൾഡ് പീപ്പിളിനൊക്കെ 6 കുട്ടികളുണ്ട്, 8 പിള്ളേരുണ്ട്, പക്ഷെ ഒന്നിനും തന്നെ ബ്രസ്റ്റ് ഫീഡ് ഒന്നും ചെയ്തിട്ടില്ല അവർ. കാരണം അടുത്തത് ഉടനെ ആവും. അതെ. പിന്നെ പൊതുവെ പശുമ്പാൽ കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ റാഗിപ്പാൽ കൊടുക്കുക. പിന്നെ 28ാമത്തെ ദിവസമൊക്കെ നമ്മൾ സോളിഡ്സ് കൊടുത്തു. അപ്പോൾ ഇപ്പോഴല്ലേ WHO പറയുന്നത് 6 months വരെ സോളിഡ്സ് കൊടുക്കല്ലേ, അവരുടെ ഇൻറ്റസ്റ്റൈൻസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, 6 months കഴിഞ്ഞേ കൂടെ. അപ്പോൾ ആ ഒരു നോളജ് ഇപ്പോഴല്ലേ വരുന്നേ. അപ്പോൾ നമുക്ക് കുറേ നാളോട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്നുള്ളൊരു പ്രഷർ അപ്പോൾ വരുന്നില്ലേ. അപ്പം ഒരു 30th day പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ കുറയുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുഞ്ഞ് മര്യാദയ്ക്ക് ലാച്ച് ആവുന്നില്ല, ഭയങ്കര വേദന, കാട്ടിച്ച് പാറിച്ച്, അയ്യോ നമ്മളൊക്കെ അടുത്തോട്ട് വരുന്ന ചില ബ്രസ്റ്റൊക്കെ കാണുമ്പോൾ കരച്ചിൽ വരും, ചുമന്ന്, ഞാൻ പറയുന്നില്ല, ലൈക്ക് ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ അപ്പോൾ എന്ത് ചെയ്യും അവർ? ഉടനെ അങ്ങ് മാറ്റി അപ്പോൾ ഫോമിൽ കൊടുക്കാൻ തുടങ്ങണം. ഫോമിലില്ലായിരുന്നെങ്കിലോ എന്ത് ചെയ്യും? അപ്പോൾ ആ ബ്രസ്റ്റ് ഫീഡിങ് റിലേഷൻഷിപ്പിനെ സാൽവേജ് ചെയ്യണം എങ്ങനെയെങ്കിലും. കാരണം ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന ആ പാല് മാത്രമല്ല, ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടും കൂടെയാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ആ ഒരു സെക്യൂർ ഫീലിംഗ് ആണ് ആ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ. അപ്പം അത് നമ്മൾ അതും കൂടെ അവിടെ സാൽവേജ് ചെയ്യാൻ നോക്കുകയാണ് എങ്ങനെയെങ്കിലും. ആ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, ബോട്ടിലോ ഫോമിലോ കൊടുക്കാതെ എന്തൊക്കെ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ടാണ് ജോ ഡെവലപ്മെന്റ് ആവുന്നത്. അത് എത്ര പേർക്കറിയാം? നല്ല ജോ ഡെവലപ്മെന്റ് ആവണമെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതും ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതും 2 ഡിഫറെന്റ് ബയോമെക്കാനിക്കൽ പ്രോസസ്സാണ്. ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ആവുന്ന ജോ ഡെവലപ്മെന്റും മസിൽ മൂവ്മെന്റ്സും ഒന്നും അല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് കുട്ടി. പൊതുവെ എല്ലാവർക്കും ലൈക്ക് ഡെന്റിസ്ട്രി ആ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അറിയാം, ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ നാരോ ജോയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ വൈഡർ ജോയും ആണ്. അപ്പോൾ ജോയുടെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ക്രേനിയോ, ആ ഒരു ഹെഡ് ആൻഡ് നെക്ക് ഡെവലപ്മെന്റിന്റെ കുഞ്ഞ് ചെയ്യുന്ന ആദ്യത്തെ എക്സസൈസ് ആണ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പം ക്രേനിയം നല്ല വലുതായിട്ട് വരാനും, ഫേസ് നല്ല വൈഡായിട്ട് ഗ്രോ ആവാനും, ഫോർവേഡ് ഗ്രോയിങ് ആയിട്ട് വരാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. അപ്പം അതിന്ന് ബോട്ടിൽ ഫീഡ് ചെയ്ത് വേറെ ഫ്യൂച്ചറിൽ വേറെ പ്രോബ്ലംസ് ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. സോ അത് ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന അവിടെ പ്രശ്നമാണെന്നോ ഫോർമുല കൊടുക്കുന്ന പ്രശ്നമാണെന്നല്ല, ബ്രസ്റ്റ് ഫീഡിങ് സാൽവേജ് ചെയ്യാനുള്ള പരമാവധി വഴികൾ നമുക്ക് നോക്കാന്നേ. എന്നിട്ടൊന്നും ശരിയാവുന്നില്ലെങ്കിൽ കൊടുക്കേണ്ട സാധനമല്ലേ ഇത്. അതിന് പകരം ഇത് ആദ്യമേ എടുത്ത് ഉടനെ കൊടുക്കുന്നതല്ലേ പ്രശ്നം. എന്തോ പ്രശ്നം വന്ന് നമുക്ക് ഉടനെ കൊടുക്കും. അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ലാക്ടേഷൻ കൺസൾട്ടൻ്റ് അടുത്ത് പോവുക, അവരിത് മാത്രം പഠിച്ചവരാണ്, അല്ലെങ്കിൽ അവർ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് മദർ ആയിരുന്നു, അവർ ദേ ഹവ് ഗോൺ ത്രൂ സർട്ടൻ തിങ്സ്, ദെൻ ദേ ഹവ് ഡൺ ദീസ് കോഴ്സസ്. എനിക്കറിയാവുന്ന മാക്സിമം LCSും ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ആണ്. അങ്ങനെയുള്ളവരാണ് കൂടുതൽ അതിനകത്തോട്ട് കയറുന്നതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും. 2-3 മണിക്കൂറാവും ഒരു സെഷൻ. അത്രയും സമയത്ത് ഡോക്ടറെ അടുത്തുണ്ട് ഇല്ല, ഗൈനക്കിൻ്റെ അടുത്തുമില്ല, പീഡിയാട്രിഷ്യൻ അടുത്തുമില്ല. അപ്പോൾ LC എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരാളുണ്ട്, അവരുടെ അടുത്ത് നമുക്ക് 2-3 മണിക്കൂർ സംസാരിക്കാം. അത് മാത്രമല്ല ഫോളോ അപ്പ് ഉണ്ട്, വിസിറ്റ്. ഇത് നോർമൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പോലെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് LC കൺസൾട്ടേഷൻ വരുന്ന ഒരാൾ, അവിടെ നമ്മൾ പോസ്റ്റ്മോർട്ടം കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, അവിടെ അമ്മായിമ്മയുടെ പ്രശ്നങ്ങളും പറയുന്നുണ്ട്, ഫാമിലി മെമ്പേഴ്സിൻ്റെ പ്രഷർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഭർത്താവ് ഇങ്ങനെയാണെന്നുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അടുത്ത കരിയറിലായിട്ട് ജോബിലോട്ട് എപ്പോഴാണ് തിരിച്ചു പോകേണ്ടത്, മാം ഒരു പിടിയില്ല മാം, ആകെ കൺഫ്യൂസ്ഡ് ആണ്, അത് പറയുന്നുണ്ട്. 24 മണിക്കൂർ കുഞ്ഞിനെ നോക്കി ഭയങ്കര ടെൻഷനാണ്, ഇറിറ്റേഷനാണ്, അത് പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം മൂഡ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. ദേഷ്യം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വെളിയിൽ പോകാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനോട് പറ്റുന്നില്ല, ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര എനിക്ക് പുതിയ എന്തെങ്കിലും വാങ്ങിച്ചിടണം, എല്ലാത്തിൻ്റെ സൈസ് മാറിപ്പോയി, അതാ ഇത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതെന്ന് അറിയാം. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ചേച്ചി റിലേഷൻഷിപ്പാണ് LCയിൽ വരുന്നത്, ഒരു ചേച്ചി. അപ്പോൾ ഫാമിലീസിൽ ഇല്ല അങ്ങനത്തെ ഒരു സപ്പോർട്ട്. അപ്പോൾ LC പ്ലേസ് മൾട്ടിപ്പിൾ റോൾസ് ആക്ച്വലി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബ്രസ്റ്റ് ഫീഡിങ്, മിൽക്ക്, നോ. അപ്പോൾ ലാർജർ സ്കീം ഓഫ് തിങ്സിൽ ലോട്ട് ഓഫ് തിങ്സ് that an LC does with the client.